ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വേങ്ങരക്കാരൻ. അപ്പോൾ നമ്മുടെ വേങ്ങരയിലെ കാരണവന്മാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ വെച്ചാൽ ഈ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഒരാൾ വിജയിച്ച് വരും, ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ കാരണവന്മാരോട് ചോദിച്ചു നോക്കാം. ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വരുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നാട്ടിന് നന്മകൾ ഉണ്ടാകണം, ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നന്മകൾ ഉണ്ടായി അവരുടെ കാര്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥി വാർഡിൽ മത്സരിക്കുന്നത്. ആ മത്സരിച്ച് ജയിച്ച് വരുമ്പോൾ ആ വാർഡിലുള്ള ജാതി മത വേറെ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും പോറ്റേണ്ടത് ആ മെമ്പറുടെ കടമയാണ്. അവിടെ രാഷ്ട്രീയങ്ങൾ പലതും ഉണ്ടാവും. ആശയം കൊണ്ടാണ് മുട്ടുന്നത്. ആശയം കൊണ്ട് മുട്ടുമ്പോൾ ആശയങ്ങൾ ജയിക്കലും തോൽക്കലും, മനുഷ്യൻ തോൽക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളിലും ഒന്നില്ലാതെ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങളും കിട്ടുന്നു അതൊക്കെ ചെയ്യുക. ഇനി വേറെ സ്ഥലങ്ങളിൽ പോയി തിരുവനന്തപുരം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളെ വാർഡിന് വികസനം നടത്തുക. ഓരോരുത്തർക്കും ചെയ്യാനുള്ള കടമ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു പുതിയൊരു സ്ഥാനാർത്ഥി വിജയിച്ചു വരുമ്പോൾ വാൽദിയിൽ എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നന്മ തന്നെയാണ് പ്രതീക്ഷ എല്ലാ കാലത്തും പോലെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പോലും തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധിയെ കൊണ്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ജനങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്ന് ചരിത്രത്തിൽ അത്രയേ ഉള്ളൂ. ഒരാളായിട്ട് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി ആയാലും ശരി, പ്രസിഡന്റ് ആയാലും ശരി, അതേപോലെ തന്നെ നമ്മളൊരു മെമ്പറായാലും ശരി, മെമ്പർ നമുക്ക് മെമ്പർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട എല്ലാ നോക്കുക. കാരണം പരാതികൾ ഏറെ ഉണ്ടാവും, അത് ആര് ചെയ്താലും. പക്ഷെ അവർക്ക് അതിന് പരിമിതികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കുക. വെറും വോട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ ചെയ്യട്ടെ, അത് ശരിയല്ല. ഞാൻ അഭിപ്രായക്കാരനാണ്. ഇത് ഒരു മെമ്പർ നമ്മൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒരു MLA തിരഞ്ഞെടുത്തു, നമ്മൾ വോട്ട് കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നതിൽ കൂടുതൽ എപ്പോഴും ജയിച്ചത് ആര് എന്നാലും അവർക്ക് വേണ്ട സപ്പോർട്ടോട് ചെയ്തു കൊടുക്കുക. നാടിന് നമുക്ക് നമ്മുടെ ഒരു ഭാഗമാണെന്നുകൂടെ ചിന്ത നമ്മൾക്ക് വേണം. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിപ്പിക്കുക. ഞങ്ങൾക്ക് പല പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അത് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് വന്നതിൻ്റെ അടുത്തുള്ളത് പോലെ ഇരിക്കും. ഓല പോക്കറ്റ് നടക്കാന്നില്ല, ജനങ്ങൾക്ക് വലിയൊരു കാര്യമൊന്നും കിട്ടും തോന്നുന്നില്ല. നല്ല ആളാവണം, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാവണം എന്നുള്ളതാണ്. ജനങ്ങളോട് മാന്യമായി പെരുമാറുന്ന, പിന്നെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, കാര്യമായി ജനങ്ങളെ നേരെ കുതിര കയറാതെ ഞങ്ങൾ പരാതികൾ കേൾക്കുന്നൊരു മെമ്പറായിരിക്കണം. അതായത് എനിക്ക് പറയാനുള്ളത്, പരമാവധി ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അവർ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ നിൽക്കണം. പിന്നെ ഒരു അപ്പുറം ഇപ്പുറം മറ്റുള്ള ചിന്തകളില്ലാത്ത ഒരാളായിരിക്കണം. രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഏറ്റവും നല്ലൊരു സൗഹാർദ്ദത്തിൽ നീങ്ങുന്ന ഒരാളായിരിക്കണം. കാര്യങ്ങൾ എല്ലാം ഓക്കെ ആയിരിക്കണം ചെയ്തു കൊടുക്കുന്നത്. അത് നാളെ മറ്റന്നാളെ പിന്നാക്കാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് അങ്ങനത്തെ ആളായിരിക്കണം. നല്ല രീതിയിൽ പെരുമാറുന്ന ആള്, എല്ലാവരോടും സൗഹാർദ്ദം ചിരിച്ച് കളിച്ച് കാണുന്ന ഒരു മനുഷ്യനായിരിക്കണം. അതായിരിക്കണം ആ മെമ്പർ എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. നമ്മളെ വേങ്ങരയിലുള്ള കാരണവന്മാരുടെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, നിങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ പറയുക. ഓക്കെ, നല്ലൊരു മാറ്റം പറ്റേ, നല്ലൊരു സ്ഥാനാർത്ഥി പറ്റേ, നല്ലൊരു വിജയം പറ്റേ.